ഷെമി, നീ അവിടെ ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഷെമി, അവര് പോലീസിനെ വല്ലതും വിളിച്ചാൽ? അവര് പോലീസിനെ വിളിച്ചാലേ അവനാകത്താൻ പോന്നേ. അതിനുള്ള തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട്. ഷെമി, വല്ലവരുടെയും വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയാൽ നമുക്കാ കുറ്റം. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്തുവാടാ? ആര്? ആരാ? കൃഷ്ണരാജന്റെ വീടാണോ ഇത്? അതെ. മകനെ മര്യാദയ്ക്ക് വളർത്തണം. ഷെമി, നീ ഒന്ന് ഷെമി, അവരോടെന്തിനാ ചൂടാവുന്നേ? ഞാൻ ചൂടായൊന്നുമില്ല. വാ, അകത്ത് കയറി സംസാരിക്കാം. ഹലോ, ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. അതൊക്കെ വന്നിട്ട് പറയാം. ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിച്ചു പോയെന്നേ ഉള്ളൂ. ഇവൻ എന്തോരം പിള്ളേരുണ്ട് ഈ നാട്ടിൽ പ്രേമിക്കാനായിട്ട്. എന്റെ മോളെ മാത്രമേ കിട്ടിയുള്ളൂ. സത്യമാണോ കേൾക്കുന്നോക്കെ? ഇത് വെറും പ്രേമൊന്നും അല്ലെന്നേ. ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ ചാറ്റൊന്ന് കാണണം. എന്തൊക്കെയാ ഇവൻ പടച്ചു വിട്ടേക്കുന്നേ. എന്റെ മേലങ്ങ് പൊളിഞ്ഞു പോയി. വൃത്തികെട്ടവൻ. അപ്പൊ അത് മൊത്തം വായിച്ചല്ലേ? വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എന്നിട്ടാണോ വായി നോക്കി പറയിപ്പിക്കാനായിട്ട് നടക്കുന്നത്? മോൻ പിന്നെ പ്രേമിക്കാൻ പോയേക്കുന്നു. അപ്പം വേറെ ഉണ്ടായിരുന്നു. എത്രാമത്തെ ആടാ ഇത്? സത്യം പറയാം. സത്യം പറയടാ. ഇവൻ കണ്ണനല്ല, കൃഷ്ണനാ. കൃഷ്ണൻ. നിങ്ങൾ ഇതൊന്നും സാരമാക്കണ്ട. ഇതൊക്കെ ഇവന്റെ ഒരു നേരം പോക്കാന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ പറയുന്ന പോലല്ല. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അതിന്റെ പ്രയാസം അറിയും. ചേട്ടൻ ആ ചാറ്റൊന്ന് കാണണം. എന്തൊരു ശൃംഗാരവാ. പ്രേമിക്കുന്നവരൊക്കെ പിന്നെ കുമാരനാശാന്റെ ദുരവസ്ഥയെ കുറിച്ചാണ് ചാറ്റ് ചെയ്യുന്നത്. നിങ്ങളെ പോലുള്ള തന്തമാരാ ഇവനെ പോലുള്ളവന്മാരെ വഷളാക്കുന്നത്. അതെ അതെ. എന്റെ ചേട്ടായി, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഈ പ്രായം ഒന്ന് കഴിഞ്ഞു കിട്ടുന്നത് വരെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അവരൊരു ജോലിയും വാങ്ങിച്ച് പിന്നെ കല്യാണം കഴിക്കണമെന്നോ ഇനി ആരെ കഴിക്കണമെന്നോ ഇതെല്ലാം അവർ തന്നെത്താനെ തീരുമാനിച്ചോളൂ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പണ്ടായാലും കണക്കാ, ഇപ്പോഴായാലും കണക്കാ. ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഒരെണ്ണത്തിനെ പ്രേമിച്ചാൽ പിന്നെ അസ്ഥിക്ക് പിടിച്ച് അതിനെ കൊണ്ടല്ലേ പോവാറുന്നുള്ളൂ. എന്നിട്ട് ജീവിതകാലം മൊത്തം അനുഭവിക്കുകയും വേണം. നിങ്ങൾക്കിതൊക്കെ നിസാരവാ. അവൻ അയച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഒന്ന് കാണണം. അത് മാത്രം മതി അവനെ അകത്താക്കാൻ. എന്നെ ഫോട്ടോ എടാ നീ അയച്ചു കൊടുത്തത്? അമ്മേ, എന്റെ ഫോട്ടോ അല്ലാതെ ഞാൻ ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല. അവൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറയുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിർത്തിച്ചോളാം. നിങ്ങൾ മോളെ വിളിച്ച് അധികം വഴക്ക് പറയാതെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ കുട്ടികളെ ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ ചെയ്യുന്നാലേ അവർ വെറുക്കത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ശരിയാക്കാം. ഇവൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കരുത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചോണ്ടിരുന്നാൽ എനിക്ക് ഒരു തവണ കൂടെ വരേണ്ടി വരും. അതിനിടയുണ്ടാക്കരുത്. എഴുന്നേക്ക മനുഷ്യ. പോയിട്ട് വരാൻ നിങ്ങൾ എന്താ ഇവിടെ സംബന്ധം ആലോചിച്ചോണ്ടോ? അങ്ങോട്ട് ഇറങ്ങ മനുഷ്യ. എന്തോ ഫോട്ടോയും വീഡിയോ ഒക്കെയാണോ നീ അയച്ചു കൊടുത്തത്? അച്ഛൻ, ഞാൻ അവളോ എന്നോട് ഒരു ഫോട്ടോ ചോദിച്ചു, ഞാൻ അയച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. അവൻ അവന്റെ ഫോട്ടോ മാത്രമേ അയച്ചു കൊടുത്തുള്ളൂന്നാ പറയുന്നത്. പിന്നെ അവരെന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്കറിയില്ല. എപ്പ കണ്ട നേരോ ഫോൺ എടുത്ത് കുളിമുറിയില്ല. കുളിമുറിയില്ല? ആ, കുളിമുറിന്നപ്പോ അവൻ എന്ത് ഫോട്ടോ ആയിരിക്കും അയച്ചു കൊടുത്തത്? അയ്യോ എന്റെ കൃഷ്ണ. അണ്ണാ, നീ എന്തെങ്കിലും നാശം പിന്നെ ഒപ്പിച്ചോ? എന്തോ അമ്മേ? ആ കൊച്ചിനെ വിളിക്കോ മെസ്സേജ് അയക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ അവർ വീണ്ടും വന്നിരിക്കുന്നേ? ദാ വിളിക്കുന്നു. കേറുക. എന്താ പ്രശ്നം? അവനെ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് അവനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തീർക്കുക. പറയാം മാഡം, സമാധാനപ്പെടും. എന്ത് സമാധാനപ്പെടാൻ? മനുഷ്യന്റെ സമാധാനം കെടുത്താൻ ഓരോന്നുണ്ടായി ഞാൻ എന്ത് ചെയ്യും? അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. അതാണ് അമ്മയ്ക്ക് സംശയമുണ്ട്. എന്റെ ഫോൺ എടുത്തു. എന്റെ ഫോണിലോട്ട് പലവട്ടം വിളിക്കും. ഞാനത് എടുത്തിട്ട് പോലും ഇല്ല.
അത് തന്നെ പ്രശ്നം. അത് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. സീമയിരിക്കും. എന്താ പ്രശ്നം? അവൻ വിളിച്ചിട്ടുമില്ല, അവള് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നുമില്ല. അതിനുശേഷം മോൾ ആകെ ഡിപ്രഷനില്ല. ഞങ്ങൾ ആവുന്നത്ര സംസാരിച്ചു നോക്കി. 1-2 കൗൺസിലിംഗും കഴിഞ്ഞു. അവൾ ഇതുവരെ നോർമല്ല. ഞങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ പറ, അതുപോലെ ചെയ്യാം. അവൻ അവളോടൊന്ന് സംസാരിക്കണം, ഫോണിലോ നേരിലോ. കഴിയുമെങ്കിൽ നേരിലൊന്ന് കാണണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോടെ സന്തോഷം ഉണ്ടാവും. എനിക്കൊന്നും പറ്റില്ല, ഞാനൊന്നും വരില്ല. മോനെ, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക. എന്താടാ കൊച്ചിനോടൊന്ന് സംസാരിച്ചാലേ? എനിക്ക് വയ്യ. ഇത് എന്താന്നാ ചോദിച്ചു? ചേടാ, ഇത് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നേരത്തെ അവൾക്ക് മെസ്സേജ് അയച്ചപ്പോ എല്ലാരോടും എന്നെ കൊല്ലാൻ വന്നു. ഇപ്പൊ നാട് പറയുന്നത് ഞാൻ അവളെ പോയി കാണാൻ. എനിക്കൊന്നും പറ്റത്തില്ല. സത്യം പറ, നീ അവളെ ഒന്ന് കണ്ടെന്ന് വിചാരിച്ച് എന്തോ സംഭവിക്കും? അതെ അമ്മ, ഞാൻ അവളെ കാണാൻ പോയ നിമ്മി അറിയും. നിമ്മിയോ? നിമ്മിയോ? അതിനെ ആരാ? അത് അവളുടെ കൂട്ടുകാരിയാ. അതാണോ നിന്റെ പുതിയ പ്രേമം? നിമ്മിയുണ്ടല്ലോ, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. നിങ്ങൾ വിഷമിക്കണ്ട, അവന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവനെ കൊണ്ട് അങ്ങോട്ട് വരാം. ശരി, വലിയ ഉപകാരം. ശരി സിനിമ, കാണാം. ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ഒരു വഴി പറയുന്ന. ഞാൻ എന്താ വഴി പറയാന്? ആ കൊച്ചിന് എന്തെങ്കിലും പറ്റിയ ഇവന്റെ ഭാവിയും പോവും, ഈ നാട്ടിൽ ജീവിക്കാനും പറ്റില്ല. അത് അവനല്ലേ വിചാരിക്കണ്ടേ? ആ വകതിരിവല്ലോ അവൻ ഉണ്ടായിരുന്നുണ്ട്, ഇപ്പൊ അടുത്ത പ്രേമത്തിന് പോകുമായിരുന്നു. അവൻ ഇതൊക്കെ ഒരു തമാശയാണ്. നിങ്ങൾ അച്ഛനും മോനോട് തമാശയും കാണിച്ചുകൊണ്ടിരുന്നു. ടെൻഷൻ അടിച്ച് മനുഷ്യൻ ചാവാറായി. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇതാ വരുന്നു. ഇങ്ങോട്ടിരുന്നേ, ഇങ്ങോട്ടിരിക്കടാ. ആ കൊച്ചിനെ വിളിച്ച് എന്താന്ന് വെച്ചാൽ പറഞ്ഞ് പ്രശ്നം തീർന്നു. അയ്യോ, അതിന് ഞാനെന്തോ പറയാനാ? അവൻ പറഞ്ഞാലൊന്നും ശരിയാവത്തില്ല. നിങ്ങൾ രണ്ടുപേരും അവിടെ ഒന്ന് പോകണം. ഞാനെന്തിനു പോനാ? കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി വന്ന് ഉറപ്പിക്കണം. എടി, അവരാരാന്നോ ഏതാന്നോ എന്തുവന്നോ എല്ലാം നിനക്കറിയാവോ? ആരായാലും എന്താ, മനുഷ്യരല്ലേ? അയ്യോ, എനിക്കൊന്നും വയ്യ കല്യാണം ഉറപ്പിക്കാൻ. ഞാൻ വരത്തില്ല. എന്നാ പിന്നെ നീ പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? അച്ഛാ, ഞാൻ അമ്മയോട് ഓൾറെഡി പറഞ്ഞതാ. എനിക്ക് നിമ്മിയോട് ഞാൻ അത്രയ്ക്ക് കാണിച്ചു പോയി. ഇവിടെ കഴിഞ്ഞ ആഴ്ച വരെ മറ്റേ പെണ്ണുമായിട്ടല്ലോ ഇതിന്റെ പ്രേമം. അതച്ഛാ, അവളുടെ പ്രശ്നം പറയാൻ വേണ്ടിയാണ് നിമ്മി എന്നെ വിളിച്ചത്. എന്നിട്ട് ഓ, യവനെ എന്തോ ചെയ്യാന്? യവനെ കൊണ്ട് പോയ നാണം കിടത്തേ ഉള്ളൂ ഞാൻ. എന്തായാലും നിങ്ങളൊന്ന് പോയിട്ട് വാ. ഇനി അവരെ കണ്ടാൽ ഞാൻ ആദ്യം പിടിച്ച് ചത്തുപോത്തേ ഉള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ആയിക്കോളാം. എന്നെ കാണുമ്പോ അവളുടെ ഡിപ്രഷൻ എല്ലാം മുക്കോളും. അപ്പൊ നിമ്മിയുടെ കാര്യം? അതൊന്നും ഇവിടെ മിണ്ടരുത്. ആ കൊച്ചു ഓക്കെ ആവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരുത്തുള്ളൂ. അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കും, ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ആയിക്കോളാം. വലിയ കൊമ്പത്താണല്ലോടാ പിടിച്ചേക്കുന്നത്. എല്ലാവരും വന്നോ? ആര്? ആ കണ്ണനും അവന്റെ അച്ഛനും കൂടെ. നിങ്ങൾ ഒരു മോളെ വിളിച്ചോണ്ടോ? അമ്പാ കേറുക, ഇരിക്കും. എല്ലാം അറിഞ്ഞല്ലോ അല്ലേ? എല്ലാം അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എവനെയും കൂട്ടി തന്നെ വന്നത്. മോളെവിടെ? വെള്ളം കുടി. ഇവളാണ് ഞങ്ങളുടെ മോള്. പറഞ്ഞല്ലോ, ആണായും പെണ്ണായും ഞങ്ങൾക്ക് ഇവളേ ഉള്ളൂ. മോളെ, നീ ഇതൊന്നും കാര്യമാക്കി എടുക്കരുത്. ഇവൻ ആളൊരു ശുദ്ധനാ. അവൻ ഇണങ്ങുകയും പിണങ്ങുകയൊക്കെ ചെയ്യുന്നതെല്ലാം വളരെ പെട്ടെന്ന്. അത് അവര് തമ്മിൽ സംസാരിക്കട്ടെ, നമ്മൾ പറഞ്ഞാൽ തീരത്തില്ലല്ലോ. ശരിയാ, അവര് തങ്ങൾ സംസാരിക്കട്ടെ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. വേണ്ട, ആരും മാറണ്ട. എല്ലാവരും മുന്നിൽ വെച്ചിട്ട് പറയാനുള്ളതേ ഉള്ളൂ എനിക്ക്. നിങ്ങൾ പരസ്പരമല്ലേ മോളെ സംസാരിക്കേണ്ടത്? അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇവനോട് സംസാരിക്കേണ്ടത്. എന്ത് പറയുന്നു കൃഷ്ണരാജ്? സുഖല്ലേ? ഏതാ പുതിയ കമ്പനി? അയ്യോ, എനിക്കങ്ങനെ വേറെ കമ്പനിയൊന്നും ഇല്ല. അതൊക്കെ എനിക്കറിയാം. നിമ്മിയാണല്ലേ പുതിയ കൂട്ട്. അല്ല, അത് അങ്ങനെ. താൻ കൂടുതൽ ഉരുളണ്ടാടോ. എനിക്ക് ഇതും ഇതിനു മുമ്പും അതിനു മുമ്പും ഉള്ള എല്ലാ കാര്യങ്ങളും അറിയാം. താൻ എന്താ കരുതിയത്? തന്നെ പോലുള്ള പൂവാലം കോഴികള് തേച്ചു കളഞ്ഞ തേഞ്ഞു മാഞ്ഞു പോകുന്നവരപ്പം പിള്ളേരുന്നോ? അതൊക്കെ അങ്ങ് പണ്ട്. ഞാൻ തേച്ചിട്ടൊന്നുമില്ല. നിമ്മി ഇപ്പൊ എവിടാന്ന് തനിക്കറിയോ? അല്ല, അവള് വീട്ടില്. അവളിപ്പോ കാനഡ എത്തിയിട്ട് ഒരാഴ്ചയായി. ഞാൻ ഇന്നലെ അവളെ ചാറ്റ്. തനിക്ക് മാത്രമല്ല തേക്കാൻ അറിയാന്ന്.
താൻ കൊടുത്ത 2000 രൂപയ്ക്ക് കുഴിമന്തിയും ജ്യൂസും വാങ്ങിച്ച് നല്ല രീതിയിൽ ചെലവ് ചെയ്തിട്ടാ അവള് പോയേക്കുന്നത്. ഹലോ, എന്താടേ ഒരു 2000 രൂപ പെട്ടെന്ന് കണ്ണന്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കണേ. അതെന്തിനാ? അവന് ഫീസ് എന്തോ അടയ്ക്കാനാ, പെട്ടെന്ന് വേണേ. ശരി. അച്ഛാ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇവന് വല്ല ഡിപ്രഷനോ മറ്റോ ഉണ്ടാവണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. എന്നാ ഗുഡ് ബൈ.